നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi Life Easy Electronics and Home Appliances. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജനെ സിബിഐ പ്രതി ചേർത്തേക്കും. ഒന്നാം പ്രതിയുമായി ജയരാജന് അടുത്ത ബന്ധമെന്ന് കുറ്റപത്രം. സിബിഐയെ ഉപയോഗിച്ച് CPM-നെ തകർക്കാൻ RSS ശ്രമമെന്ന് കോടിയേരി. ഗൗരിയമ്മ CPM-ലേക്ക്. JSS CPIM ലയന സമ്മേളനം ഓഗസ്റ്റ് 19-ന്. പദവികൾ പങ്കുവെക്കുന്നത് കൂടുതൽ ചർച്ചയ്ക്ക് ശേഷം. എതിർപ്പുമായി JSS സംസ്ഥാന പ്രസിഡന്റ് രംഗത്ത്. JYF-നും വിയോജിപ്പ്. കേരളത്തിൽ ന്യൂനപക്ഷം അതിവേഗം ഭൂരിപക്ഷമാകുന്നുവെന്ന് കാനം രാജേന്ദ്രൻ. മതനിരപേക്ഷത ന്യൂനപക്ഷ പ്രീണനമായി കാണരുതെന്ന് കോടിയേരി. നിലവിലുള്ള രീതിയിൽ പ്രവാസി വോട്ടിനെ അംഗീകരിക്കില്ലെന്ന് CPM. ഈ വോട്ടിനെ പിന്തുണച്ച് മുന്നോട്ട് പോകുമെന്ന് KC ജോസഫ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ വീണ്ടും പരിശോധന നടത്താൻ 6-അംഗ സമിതി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ആറന്മുള വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ KGS ഗ്രൂപ്പിന് കേന്ദ്രാനുമതി. റോഡ് വികസനത്തിൽ കേരളം ഏറ്റവും പിന്നിലെന്ന് നിതിൻ ഗഡ്കരി. ജമ്മുകശ്മീരിൽ പ്രക്ഷോഭകർ പാകിസ്ഥാന്റെയും IS-ന്റെയും പതാക ഉയർത്തി. അതിർത്തിയിലെ സംഘർഷത്തെക്കുറിച്ച് പ്രതികരിക്കാതെ നരേന്ദ്രമോദി ജമ്മുകശ്മീരിൽ. 56 ഇഞ്ച് നെഞ്ച് 5.5 ഇഞ്ചായി കുറയുമെന്ന് രാഹുൽ ഗാന്ധി. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജന് പ്രതിയാക്കാൻ സാധ്യതയേറുന്നു. കേസിലെ ഒന്നാം പ്രതി വിക്രമൻ ജയരാജന്റെ കുടുംബ സുഹൃത്താണെന്ന റിപ്പോർട്ടിലെ പരാമർശമാണ് ഇതിന് കൂടുതൽ ബലമേകുന്നത്. പ്രതിപട്ടികയിൽ ഉള്ളവരിൽ ഭൂരിഭാഗം പേരും CPM നേതാക്കളോ പ്രവർത്തകരോ ആണെന്നുള്ളതും ജില്ലാ സെക്രട്ടറിയിലേക്ക് വിരൽ ചൂണ്ടാൻ കാരണമാകുന്നു. RSS പ്രവർത്തകൻ കതിരൂർ മനോജ് വധക്കേസിലെ ഒന്നാം പ്രതി വിക്രമനുമായി ബന്ധപ്പെടുത്തിയാണ് CBI കുറ്റപത്രത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ പേര് പ്രധാനമായും പരാമർശിക്കുന്നത്. പാർട്ടി അംഗമായ വിക്രമൻ ജയരാജന്റെ അടുത്ത സുഹൃത്താണെന്നും ജയരാജന്റെ കുടുംബത്തിലെ വ്യവഹാരങ്ങളിൽ ഇയാൾ പങ്കാളിയാണെന്നും CBI ചൂണ്ടിക്കാണിക്കുന്നു. 99-ലെ ജയരാജൻ വധശ്രമ കേസിലും നിരവധി CPM പ്രവർത്തകരെ വധിച്ച കേസുകളിലും പ്രതിയായിരുന്ന മനോജിനെ ഒരു ഭീഷണിയായി കണ്ട് പാർട്ടി വിക്രമനെ ഉപയോഗപ്പെടുത്തി കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ് കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം. ഇതോടൊപ്പം പ്രതികളായവരിൽ ഭൂരിഭാഗം പേരും CPM അംഗങ്ങളായതുകൊണ്ട് തന്നെ ഗൂഢാലോചനയിൽ ജില്ലാ സെക്രട്ടറിക്കും പങ്കുണ്ടാവാം എന്ന സംശയവുമാണ് നേരത്തെ ജയരാജന്റെ ചോദ്യം ചെയ്യൽ വരെ കാര്യങ്ങളെത്തിച്ചത്. എന്നാൽ ഗൂഢാലോചന അടക്കം ഒരിടത്തും ജയരാജനെ പ്രതി ചേർക്കാനുള്ള വ്യക്തമായ തെളിവുകൾ രേഖപ്പെടുത്താതെയാണ് ആദ്യഘട്ട കുറ്റപത്രം CBI സമർപ്പിച്ചത്. ഇതോടൊപ്പം 2014 ആഗസ്റ്റ് 25-ന് BJP RSS നേതൃത്വം തലശ്ശേരിയിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ 500-ലേറെ CPM പ്രവർത്തകർ പാർട്ടി വിട്ട് BJP-യിലേക്ക് ചേക്കേറിയതിന്റെ വിദ്വേഷവും കൊലപാതകത്തിന് പ്രേരണയായെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി മേൽപ്പറഞ്ഞ ദിവസം നടന്നിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പോലീസിൽ നിന്ന് ലഭിച്ച മറുപടി. അതേസമയം RSS നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ CBIയെ CPM-നെതിരെ ഉപയോഗപ്പെടുത്തുകയാണെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. CPM-ന്റെ ഉന്നത നേതാക്കന്മാരെ, പ്രാദേശിക നേതാക്കന്മാരെ ജയിലിലടക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് BJP-യും കേന്ദ്ര ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് BJP-യും സംസ്ഥാന ഗവൺമെൻറ് ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസും കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടർ കണ്ണൂർ. K. സുധാകരൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, പി ജയരാജന്റെ അഭിഭാഷകൻ വിശ്വൻ, ഒപ്പം തന്നെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT രമേശ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കുചേരുക. ആദ്യം ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, 1999 തിരുവോണ ദിവസം പി ജയരാജനെ ആക്രമിച്ച കേസിലെ 5-ാം പ്രതിയും ഈ കേസിൽ 10 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടയാളുമാണ് മനോജ് എന്ന നിലയിൽ മനോജിനോട് പി ജയരാജന് വൈരാഗ്യമുണ്ടായിരുന്നു. മാത്രമല്ല, വിക്രമനെ മദ്യപാന ചികിത്സയ്ക്ക് വിധേയനാക്കിയത്, കുടുംബ പ്രശ്നം വിക്രമൻ്റേത് പറഞ്ഞ് പരിഹരിച്ചു കൊടുക്കുന്നത് എല്ലാം പി ജയരാജനാണ്. സ്വാഭാവികമായും പി ജയരാജനിലേക്ക് സംശയം നീളുന്നതിൽ എന്തിനാണ് CBIയെ കുറ്റം പറയുന്നത്? അല്ല, CBI കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞല്ലോ. ആ കുറ്റപത്രത്തിൽ എവിടെയെങ്കിലും ജയരാജനെ പറ്റിയുള്ള പരാമർശനം തന്നെയില്ല. ഒരു ഗൂഢാലോചനയെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു പരാമർശവും ആ കുറ്റപത്രത്തിന്റെ ഭാഗമായിട്ടില്ല. അപ്പോൾ കുറ്റപത്രത്തിലൊന്നും ആരോപിക്കാത്ത കാര്യം CPIM-ന്റെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഗൂഢാലോചനയുടെ പേര് പറഞ്ഞ് ഈ കേസിന്റെ അകത്ത് ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൽ ഇതിനു മുമ്പ് ഇതുപോലെ തന്നെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയി പോയി എന്നുള്ളത് കൊണ്ട്, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി പോയി എന്നുള്ളത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്കും അതുപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കും മാറി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ വേറെ ഒരു തെളിവുമില്ലാതെ ഫസൽ വധത്തിന്റെ പേരിൽ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും ഉൾപ്പെടുത്തിയിട്ടുള്ളത്.
ഇവിടെ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, കുറ്റപത്രത്തിൽ പേര് നേരിട്ടില്ല എന്നത് താങ്കൾ പറഞ്ഞത് സാങ്കേതികമായി ശരിയാണ്. പക്ഷേ കേസിലെ ഇവിടെ തന്നെ കുറ്റപത്രത്തിൽ തന്നെ പറയുന്നത് കേസിലെ 3-ാം പ്രതി സി പ്രകാശനും 11-ാം പ്രതി അരപ്പയിൽ കൃഷ്ണനും ജയരാജനുമായി നല്ല ബന്ധമുണ്ട്. അരപ്പയിൽ കൃഷ്ണന് മനോജുമായോ വിക്രമനുമായോ ബന്ധമില്ല, എന്നാൽ പി ജയരാജനുമായി നല്ല ബന്ധമുണ്ട്. അപ്പോൾ പി ജയരാജന് വേണ്ടിയാണ് വിക്രമനൊപ്പം പങ്കുചേർന്ന് മനോജിനെ കൊന്നത്. അല്ല, ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അതാവ് ജയരാജനെ പോലുള്ള ഒരു പാർട്ടി നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പരിചയമുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ പരിചയമുള്ളവരെല്ലാം പരിചയമുണ്ട് എന്നുള്ളൊരു കാരണം കൊണ്ട് ആരെങ്കിലും കൊല്ലാൻ പുറപ്പെടുവോ? തുടരുക ദയവായി. കെ സുധാകരൻ എങ്ങനെയെങ്കിലും പി ജയരാജനെ പ്രതിയാക്കണം, അതിനുവേണ്ടിയാണ് സംസ്ഥാന ഭരണത്തെ ഉപയോഗിച്ച് കോൺഗ്രസും കേന്ദ്ര ഭരണത്തെ ഉപയോഗിച്ച് BJP-യും ശ്രമിക്കുന്നത്. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, ഈ ജയരാജൻ ഇപ്പം പ്രതിയായിട്ടില്ല. ഈ പ്രതിയാവുന്നതിന് മുമ്പ് എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണനെ പോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഈ ഒരു മുൻകൂർ ജാമ്യം എടുക്കുന്നത് മനസ്സിലായിട്ടില്ല. പ്രതിയായിട്ടില്ലല്ലോ. അദ്ദേഹത്തോടൊപ്പം ചർച്ച ചെയ്ത മധു പ്രതിയായി. പക്ഷേ ജയരാജൻ പ്രതിയല്ല, പ്രതിയായിരുന്നില്ല ഇതുവരെയും. പ്രതിയാകാത്തൊരു ജയരാജന് വേണ്ടി മുൻകൂർ ജാമ്യമെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒളിച്ചു കിടക്കുന്നില്ലേ, കുറ്റബോധമോ അല്ലെങ്കിൽ വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയോ ഒക്കെ ഉണ്ടാവണമല്ലോ. ഒന്നുമില്ലാതെ ഇവരെന്തിനാ മുൻകൂർ ജാമ്യം എടുക്കുന്നത്? അപ്പോൾ സംതിങ് റോങ് സംവെയർ എന്നതല്ലേ സത്യം. പിന്നെ ഈ എല്ലാ കൊലപാതകത്തിന്റെ പിറകിൻ്റെ അകത്തും CPM-ന് നേരത്തെ ഗോവിന്ദൻ മാഷ് പറഞ്ഞു, ഏരിയ സെക്രട്ടറി ആയതുകൊണ്ട് അവിടെ ഒരു കൊലപാതകം നടന്നാൽ ഏരിയ സെക്രട്ടറി പ്രതിയാകും എന്ന് പറയുന്ന വാദം ശരിയല്ല. അങ്ങനെയാണെങ്കിൽ എന്തേ കണ്ണൂർ ജില്ലയിൽ മറ്റാരും പ്രതിയാവാത്തത്? CPM-ന്റെ എത്ര നേതാക്കന്മാരുണ്ട് കണ്ണൂരിൽ? എന്തേ ഗോവിന്ദൻ മാഷ് ഒരു കേസിലും ഇതുവരെ പ്രതിയായില്ലല്ലോ? കോടിയേരി ബാലകൃഷ്ണൻ ഈ കേസിൽ പ്രതിയാവാത്തത്? ജയരാജൻ മാത്രം കേസിൽ പ്രതിയാകുമ്പോൾ ആ പ്രതിയാകുന്നിടത്ത് അതിൻ്റെതായ തെളിവില്ലാതെ ജയരാജനെ പോലെ ഒരു ഉന്നതനായ CPM-ന്റെ സെക്രട്ടറി ഒരു കേസിൽ പ്രതിയാകുമെന്ന് മുൻകൂട്ടി കണ്ട് അത് അദ്ദേഹത്തിന് വേണ്ടി മുൻകൂർ ജാമ്യമെടുക്കാൻ CPM-നെ പ്രേരിപ്പിക്കുന്ന വികാരം തന്നെ ജയരാജന്റെ കുറ്റവാളിത്വം സ്വയം പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ എന്തിനാ മുൻകൂർ ജാമ്യത്തിന് പോയത്? എന്താ മുൻകൂർ ജാമ്യത്തിന് സാഹചര്യം ഉണ്ടായത്? ഇവിടെ ജയരാജൻ മുൻകൂർ ജാമ്യത്തിന് പോകുമ്പോൾ ആ പോകുന്നതിൻ്റെ അകത്ത് എന്തോ ഒന്നില്ലേ? മനസ്സിൻ്റെ അകത്ത് സ്വന്തം കുറ്റബോധമില്ലേ? പാർട്ടി നേതൃത്വത്തിൻ്റെ അകത്ത് കുറ്റബോധമില്ലേ? ജയരാജൻ ഇതിനകത്ത് പ്രതിയാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ ജയരാജൻ അതിൽ പങ്കുണ്ട് എന്ന് ഇൻഡയറക്റ്റായി ലോകത്തോടും നീതിന്യായ പീഠത്തോടും സ്വയം സമ്മതിക്കലാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലൂടെ ശ്രീ ജയരാജൻ ചെയ്തത് എന്നത് മാത്രം മതി ജയരാജൻ ഒരു കുറ്റവാളി. എം വി ഗോവിന്ദൻ മാസ്റ്റർ, അതിന് മറുപടി എന്തിനാണ് CBI പ്രതി ചേർക്കാതിരുന്നിട്ടും നിങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് പോകുന്നത് എന്നാണ് ശ്രീ കെ സുധാകരന്റെ ചോദ്യം. അതെ, അത് കോടതി പരാമർശം തന്നെയുണ്ട്. ആർക്കെങ്കിലും മുൻകൂർ ജാമ്യത്തിന് പോകുന്നതിൽ ഒരു തടസ്സവും നിൽക്കേണ്ട കാര്യമില്ല, ആരും നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയൊരു സന്ദർഭത്തിൽ കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ CPIM നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും പ്രതി ചേർത്ത് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ CBI-യുള്ള നിലപാടുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ സഖാവ് ജയരാജന്റെ മുൻകൂർ ജാമ്യം കൊടുത്തിരിക്കുകയാണ്. അന്വേഷണ സംഘം സാക്ഷികളെ ചോദ്യം ചെയ്തത് വളരെ ദിവസങ്ങൾക്ക് മുന്നിലാണ്, അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുന്നിലാണ്. ആ ഘട്ടത്തിലാണ് സ്വാഭാവികമായും സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രതി ചേർക്കേണ്ടിയിരുന്നു എങ്കിൽ ശ്രീ പി ജയരാജനെ പ്രതിയാക്കേണ്ടിയിരുന്നത്. പക്ഷേ അന്നൊന്നും പ്രതിയെ ചേർക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ പി ജയരാജൻ പ്രതിയാകില്ല എന്ന് വ്യക്തമല്ലേ? പിന്നെ എന്തിനാണ് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നിങ്ങൾ കണ്ണൂർ കോടതിയിൽ പോകുന്നത് എന്നാണ് സുധാകരൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ മറുപടി പറഞ്ഞത്. പാർട്ടിയെ കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജില്ലാ സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, ലോക്കൽ സെക്രട്ടറി തുടങ്ങിയിട്ടുള്ള മേഖലയിലെ പാർട്ടി നേതാക്കന്മാരെ പ്രതി ചേർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കേസിന്റെ മാത്രമല്ല, നിരവധി കേസിന്റെ അനുഭവം അതാണ്. ജയരാജനെ ചോദ്യം ചെയ്തിരുന്നു. ജയരാജൻ കൃത്യമായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങളെല്ലാം ജയരാജൻ തന്നെ അന്ന് പത്രസമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾക്കെല്ലാം ഫലപ്രദമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. യാതൊരു സംശയത്തിന്റെയും ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ്. അഡ്വക്കേറ്റ് വിശ്വൻ, താങ്കളാണല്ലോ ശ്രീ പി ജയരാജന് വേണ്ടി ഹാജരാകുന്നത്. 1.5 മാസം അന്വേഷിച്ചിട്ടും ജയരാജനെതിരെ സാക്ഷിമൊഴി 1.5 മാസത്തെ അന്വേഷണത്തിനിടയിൽ സാക്ഷിമൊഴികൾ ഏറെയുണ്ട് ജയരാജനെതിരെ എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ഫാക്ട്സ് ഡിസ്ക്ലോസ്ഡ് ഡ്യൂറിംഗ് ഇൻവെസ്റ്റിഗേഷൻ എന്ന തലക്കെട്ടിൽ എഴുതി ചേർത്ത പ്രധാനപ്പെട്ട കാര്യങ്ങൾ. 11-ാം പ്രതി അരപ്പയിൽ കൃഷ്ണന് വിക്രമനെയും മനോജിനെയും അറിയില്ല. പി ജയരാജനുമായി നല്ല ബന്ധം, പി ജയരാജനുമായുള്ള നല്ല ബന്ധം പുലർത്തുന്നതിനാൽ വിക്രമനൊപ്പം ചേർന്ന് മനോജിനെ കൊലപ്പെടുത്തുന്നു. വിക്രമനെ ബാംഗ്ലൂരിൽ അയച്ച് മദ്യപാന രോഗ വിമുക്തി നേടി
വിക്രമനെ ആക്രമണോത്സുകനാക്കുന്നു. ഇതെല്ലാം പി ജയരാജൻ്റെ കാര്യത്തിന് വേണ്ടി പി ജയരാജൻ ചെയ്യുന്നതാണ് എന്നുള്ളത് മാത്രം പോരെ പി ജയരാജനെ പ്രതിയാക്കാൻ. ഇതില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്നിപ്പോ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയം ഏകദേശം 10 മാസവും 15 ദിവസവുമായി ഈ കേസിലെ അന്വേഷണം ആരംഭിച്ചിട്ട് ഏകദേശം 202 സാക്ഷികളെയാണ് സാക്ഷി പട്ടികയിൽ ചേർത്തിട്ടുള്ളത്. ഏകദേശം 500 ചിലാണ് സാക്ഷികളെ CBI പല ഘട്ടത്തിലായി ചോദ്യം ചെയ്തു, ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു. അങ്ങനെയുള്ള വിപുലമായ സാക്ഷി പട്ടികയും ഇത്ര സാക്ഷികളെയെല്ലാം ചോദ്യം ചെയ്തിട്ടും പി ജയരാജന്റെ വധശ്രമമാണ്, ജയരാജന് നേരെ നടന്ന വധശ്രമമാണ് ഈ കേസിന്റെ അടിസ്ഥാനം, മോട്ടീവ് എന്ന് ഒരു സാക്ഷിയും മൊഴി നൽകിയിട്ടില്ല. ഈ ഒരു സാക്ഷിയും മൊഴി നൽകാത്തൊരു ഘട്ടത്തിൽ കുറ്റപത്രത്തിലെ അവസാന ഭാഗത്ത് CBI പറയുന്നത് പ്രതികളെ ചോദ്യം ചെയ്ത സമയത്തും പ്രതികൾക്ക് ഗൂഢാലോചനയെ സംബന്ധിച്ചൊന്നും തന്നെ മൊഴി നൽകാനില്ല. ഇപ്പൊ പ്രതികളും സാക്ഷികളും പറയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കുറ്റപത്രത്തിൽ എഴുതി ചേർക്കുന്നു, ഇത് പി ജയരാജന്റെ അക്രമത്തിലുള്ള പൊളിറ്റിക്കൽ റിവെഞ്ചാണ് ഈ സംഭവം എന്ന്. യഥാർത്ഥത്തിൽ ഈ കേസിലെ ഒന്നാം സാക്ഷി വി ശശിധരൻ RSSന്റെ കണ്ണൂർ വിഭാഗ കാര്യവാഹകൻ, ജന്മഭൂമി പത്രത്തിന്റെ പ്രിന്റർ പബ്ലിഷറുമാണ്. പി ജയരാജൻ വധശ്രമ കേസിലെ ഒന്നാം പ്രതിയാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത സമയത്ത് പോലും പി ജയരാജന്റെ വധശ്രമമാണ്, അതിലുണ്ടായ വൈരാഗ്യമാണ് ഈ കേസിന്റെ മോട്ടീവാണ് എന്ന് അദ്ദേഹം പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാത്തൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് CBIക്ക് ഇത് പി ജയരാജന്റെ വധശ്രമമാണ്, ഈ ഒരു പൊളിറ്റിക്കൽ റിവെഞ്ചാണ് ഈ ഒരു വധത്തിലേക്ക് നയിച്ചത് എന്ന് പറയാൻ വേണ്ടി കഴിയാം? സാക്ഷികൾക്കില്ലാത്തൊരു കേസ് ശ്രീ കെ സുധാകരൻ, CBIയുടെ ഉന്നത നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് BJPയെ സംബന്ധിച്ചിടത്തോളം പി ജയരാജനെ പ്രതിയാക്കണം, അതിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കുന്നു. അതിന് ശേഖരിക്കാൻ വേണ്ടി സാക്ഷികളിൽ നിന്നോ പ്രതികളിൽ നിന്നോ തെളിവൊന്നും ലഭിക്കുന്നില്ല. ഒടുവിലൊരു കൺക്ലൂഷനായി CBI എഴുതി ചേർക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് വിശ്വൻ പറയുന്നത്. അല്ല, മറ്റേ മിസ്റ്റർ വിശ്വനാഥൻ ഒരു നല്ല ക്രിമിനൽ ലോയറാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തെയൊന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഞാനൊന്ന് ചുമ്മാ ഒന്ന് ചോദിക്കുക, ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഈ മനോജിനെ കൊല്ലാൻ, മനോജ് വധിക്കപ്പെടാൻ എന്താ കാരണം? ഒരു കാരണം ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ? അത് പൊളിറ്റിക്സ് അല്ലാതെ മറ്റെന്താണ്? ആ പൊളിറ്റിക്സ് ആണ്. ഇനി ഞാൻ ചോദിക്കുന്നു, പൊളിറ്റിക്സ് ആണെങ്കിൽ CPMന്റെ പ്രവർത്തകരാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് വ്യക്തം. അത് പ്രതികൾ തന്നെ പലരും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയും ജയരാജന്റെ പേര് വന്നില്ല എങ്കിൽ മിസ്റ്റർ വിശ്വനാഥൻ എന്തിനാണ് ഇദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിലുമായി കോടതിയിൽ പോകുന്നത് എന്നതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. ജയരാജന്റെ പേര് പരാമർശിച്ചിട്ടില്ല. ജയരാജൻ എന്ന് പറയുന്ന നേതാവിന്റെ അക്രമത്തിന് പ്രതികരിക്കാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അണികൾ തയ്യാറാകാവുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. ജയരാജൻ പറഞ്ഞാവണമെന്നില്ല, ജയരാജൻ പ്രേരിപ്പിച്ചാവണമെന്നില്ല, ജയരാജൻ അതിനകത്ത് പങ്കാളിത്തമില്ല എന്ന് വെക്കാം. അങ്ങനെയും കേസാവാലോ. CBIയുടെ ഈ പരാമർശം അങ്ങനെ വരാലോ. ജയരാജനെ ആക്രമിച്ചതിന് അതിന്റെ പ്രതികാരമാണ് ഈ കൊലപാതകം എന്ന് പറയുമ്പോൾ ജയരാജന് പങ്കുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. ജയരാജനെ സ്നേഹിക്കുന്ന, ജയരാജനെ അനുകൂലിക്കുന്ന ജയരാജന്റെ സപ്പോർട്ടേഴ്സ് ചെയ്യാം. അതിന് ജയരാജൻ ഒരു കുറ്റവും ഇല്ല. പക്ഷെ അങ്ങനെ നിരപരാധിയാണ് ജയരാജനെങ്കിൽ എന്തിന് വിശ്വം വക്കീല് ഈ ജാമ്യാപേക്ഷയുമായി കോടതിയിൽ പോയത് എന്ന് ഒന്ന് അക്കാര്യത്തിൽ വളരെ ചുരുക്കിയൊരു വിശദീകരണം തരാമോ അഡ്വക്കേറ്റ് വിശ്വൻ? തീർച്ചയായിട്ടും. അതായത് ഈ കേസില് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2 മോട്ടീവാണ് പറയുന്നത്. ഒന്ന്, 25/8/2014 തലശ്ശേരിയിൽ നടന്ന BJPയുടെ പൊതുയോഗം CPMൽ അങ്കലാപ്പുണ്ടാക്കിയിരിക്കുന്നു. CPMൽ ആളുകൾ കുത്തൊഴുക്ക് BJPയിലേക്ക് നടന്നിരിക്കുന്നു. അതിലുണ്ടായിരിക്കുന്ന വെപ്രാളമാണ് ഈ സംഭവത്തിന് കാരണം. 1. 2, പി ജയരാജന്റെ വധശ്രമമാണ് ഈ സംഭവത്തിന് കാരണം. ഈ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് കുറ്റപത്രം ആരംഭിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതില് വിക്രമന് നേരത്തെ മദ്യപാന അസുഖമുണ്ടായിരുന്നുവെന്നും അതിനുവേണ്ടി ചികിത്സ വിക്രമൻ അക്രമോത്സുകനായിരുന്നുവെന്നും അതുകൊണ്ട് ഭാര്യയ്ക്ക് അവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള നിലക്ക് ഭാര്യയും ഭാര്യയുടെ അച്ഛനും പി ജയരാജനെ ചെന്ന് കാണുകയും
ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുകയും ആ സമയത്ത് അദ്ദേഹത്തിന് ഇല്ല സ്വാഭാവിക വക്കീലെ, ശ്രീ കെ സുധാകരൻ ചോദിച്ച ചോദ്യത്തിന് നേരിട്ട് താങ്കൾ ഉത്തരം നൽകുന്നില്ല. അതിലേക്കാണ് ഞാൻ വരുന്നത്. അങ്ങനെ ചികിത്സ നൽകാൻ വേണ്ടി തയ്യാറാവുകയും ചികിത്സ വളരെ കുടുംബങ്ങളാണ് നൽകുന്നത്, പി ജയരാജനല്ല. അതിനുവേണ്ടി ഒന്ന് പോകണമെന്ന് നിർദ്ദേശിച്ചു എന്നാണ് പി ജയരാജൻ ചെയ്ത തെറ്റ്. അങ്ങനെ പോയ കൂട്ടത്തിലുള്ള ആളുകളെ ഇപ്പോൾ 9/7/2015 അറസ്റ്റ് ചെയ്ത് ജയിലടച്ചിരിക്കുകയാണ്. അതായത് വിക്രമന് ചികിത്സ നൽകാൻ വേണ്ടി, ചികിത്സ നടത്തുന്നതിന് വേണ്ടി കൂടെ പോയ ആളുകൾ ഇന്ന് പ്രതിയാണ്. ഈ കേസിലെ ഗൂഢാലോചന ആരോപണത്തിൽ പ്രതിയാണ്. ഇതാര് നിർദ്ദേശിച്ചു പോയി എന്നാണ് CBIയുടെ നിലപാട്. സ്വാഭാവികമല്ലേ വിക്രമന് ചികിത്സ നൽകിയവരെ പ്രതി ചേർക്കുക എന്നുള്ളത് സ്വാഭാവികമല്ലേ? വിക്രമന് ചികിത്സ നൽകുന്നത് അക്രമത്തിന് ശേഷമുള്ള സംഭവത്തിലല്ല. ഈ അക്രമത്തിന് എത്രയോ മുമ്പ് അദ്ദേഹത്തിന് അസുഖമുണ്ടായ സമയത്ത് ചികിത്സിച്ച ആളിയാണ്, ചികിത്സിക്കാൻ വേണ്ടി സഹായിച്ച ആളിയാണ് ഇപ്പൊ പ്രതിയാക്കിയിട്ടുള്ളത്. ഇവിടെ ശ്രീ കെ സുധാകരൻ, കോടിയേരി ബാലകൃഷ്ണൻ കുറെ കൂടി കടുപ്പിച്ചു പറയുന്നുണ്ട്. ഇതിപ്പോൾ വിശ്വം വക്കീലും ഗോവിന്ദൻ മാഷും വിശദീകരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ മുഴുവൻ പ്രതി ചേർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന അതാണിപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വിക്രമൻ ഈ സംഭവത്തിന് മുമ്പ് ബാംഗ്ലൂരിൽ മദ്യപാന ചികിത്സയ്ക്ക് പോയ ഘട്ടത്തിൽ കൂടെ പോയവരെ പോലും പ്രതിയാക്കുന്ന നടപടിയിലൂടെ. അപ്പോൾ സ്വാഭാവികമായും പി ജയരാജനെ പ്രതിയാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഇൻഡാസിൽ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചത് എന്ന് വിശ്വവക്കീലിനും തോന്നും, പി ജയരാജനും തോന്നും. കോടിയേരി കുറെ കൂടി വിപുലമായി പറയുന്നു. കാരായി രാജനും ചന്ദ്രശേഖരനും CBI കേസിൽ പ്രതി ചേർത്തപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞു എറണാകുളം ജില്ല വിട്ടുപോകാൻ പാടില്ല, അവർ എറണാകുളം ജില്ലയിൽ ഉണ്ടാകണമെന്ന്. എന്നാൽ നാദാപുരത്തെ ഷിബിൽ വധക്കേസിൽ എന്താണ് സംഭവിച്ചത്? അവിടുത്തെ ലീഗുകാരായ പ്രതിയോട് കോഴിക്കോട് വിട്ടുപോകരുത് എന്ന ഉഗ്രശാസനയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. പിന്നീട് അപ്പീൽ പോയപ്പോൾ കോഴിക്കോട് മാത്രം കടക്കരുത് എന്ന് ആക്കി കഴിഞ്ഞിരിക്കുന്നു. കാപ്പയും UAPയും ഒക്കെ ചുമത്തുന്നത് 26 പേരാണ് CPM പ്രവർത്തകർ കഴിഞ്ഞ 4 വർഷ കാലയളവിൽ കൊല്ലപ്പെട്ടത്. അതിൽ 26ലും CBI ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കാപ്പയും ഇല്ല, ഒരു കോപ്പുമില്ല എന്നാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ CPMനെതിരായ കേസിൽ എല്ലാ ആയുധങ്ങളും ഉപയോഗിക്കുന്നു. CPMകാർ പ്രതികളായതിൽ CBIയും കാപ്പയും UAPയും എല്ലാം ഉണ്ട്. ശ്രീ കെ സുധാകരൻ, അല്ല, ഇതിൻ്റെ അകത്തെ ഈ വിശ്വൻ വക്കീലെ ഞാൻ ചോദ്യത്തിന് നേരിട്ട് അദ്ദേഹം ഉത്തരം പറഞ്ഞിട്ടില്ല. അദ്ദേഹം ഒരു ക്രിമിനൽ ലോയറുടെ ഒരു ബുദ്ധി കാണിക്കുകയാണ്. എൻ്റെ ചോദ്യം, എന്തിനാണ് ഇതിൻ്റെ അകത്ത് ഈ ഒരു CBIയുടെ ഈ ഒരു പരാമർശം ഒരിക്കലും ജയരാജൻ ഇതിൽ പ്രതിയാണെന്ന് എവിടെയും പറയുന്നില്ല. വിക്രമനുമായി ജയരാജന് പങ്കുണ്ട്, വിക്രമന് ഒപ്പമുള്ളവർക്ക് ജയരാജന് പങ്കുണ്ട്. ആ പങ്കൊക്കെ ഉണ്ടെങ്കിൽ പോലും ജയരാജൻ ഇതിൽ പ്രതിയാണെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. എന്തിന് ജയരാജൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പരിയാരം മെഡിക്കൽ കോളേജിൽ എൻജിയോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. ഒരു എൻജിയോപ്ലാസ്റ്റും നടന്നിട്ടില്ല, ഒരു ഹൃദ്രോഗ ചികിത്സയും നടന്നിട്ടില്ല. അവിടെ സ്വകാര്യ മുറിക്കകത്ത് ചികിത്സ എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു. ഇന്നിപ്പോ അദ്ദേഹം ആശുപത്രി വിട്ട് അദ്ദേഹം സ്വകാര്യമായി ആരും കാണാത്ത സ്ഥലത്തേക്ക് പോയിരിക്കുന്നു. ഞാൻ പറയട്ടെ വക്കീലെ, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ മറുപടി പറയും. എന്തിനാണ് ജയരാജനൊക്കെ ഇത്ര മുൻകൂട്ടി ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. എവിടെയും ജയരാജന്റെ പേര് പറയാത്തിടത്തോളം കാലം നിങ്ങൾ എന്തിന് ജയരാജന് വേണ്ടി ഈ സുരക്ഷിതത്വം ഉണ്ടാക്കുന്നു? എന്തിനു മുൻകൂട്ടി ജയരാജൻ ഇതുപോലെ ഒളിച്ചു നടക്കുന്നു? എന്തിന് ജയരാജൻ ചികിത്സിച്ചു എന്ന് പറഞ്ഞ് ജാമ്യാപേക്ഷ ഹർജി ഫയൽ ചെയ്യുന്നു? മുൻകൂർ ജാമ്യത്തിന് വേണ്ടി എന്തിനു വേണ്ടി ജയരാജൻ ശ്രമിക്കുന്നു? അതിന് ഉത്തരം പറയണം. ഇല്ല വക്കീൽ നിൽക്കൂ. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ജയരാജന് ഒരു അസുഖവുമില്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ അറസ്റ്റ് ഭയന്ന് കഴിയുകയാണ് ജയരാജൻ. അസംബന്ധങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവണം. അസംബന്ധങ്ങളായാൽ പോലും ഒരു അടിസ്ഥാനം വേണം. ഒരു മനുഷ്യൻ്റെ ആരോഗ്യകരമായ പ്രശ്നത്തിൽ ഫലപ്രദമായിട്ട് ഇടപെട്ട് ചികിത്സ നടത്തുമ്പോൾ ആ ചികിത്സ നടത്തിയിട്ടേയില്ല എന്ന് സുധാകരനെ പോലുള്ള ഒരാളുകൾ പറയുമ്പോൾ എന്താ അതിനൊക്കെ മറുപടി പറയുക? പരിയാരം മെഡിക്കൽ കോളേജിൽ അന്വേഷിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകാൻ സാധിക്കുന്നതാണല്ലോ. എൻജിയോപ്ലാസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സയ്ക്ക് വിധേയപ്പെട്ട് അദ്ദേഹം ഇപ്പോഴാണ് ICUയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം മാറിപ്പോയിട്ടില്ല, ഒരു ഒളിവിലും പോയിട്ടില്ല.
അദ്ദേഹം മെഡിക്കൽ കോളേജിൽ തന്നെയുണ്ട്. ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സ കൃത്യമായിട്ട് അതിന്റെ രേഖ കോടതിയുടെ ഭാഗമായിട്ട് സമർപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേവലമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് എന്തും പറയുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് സുധാകരൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഈ കാര്യം. തികച്ചും തെറ്റായ കാര്യമാണ്. വസ്തുതാപരമായിട്ട് ആർക്കും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല. ആർക്കും കൃത്യമായിട്ട് അതിന്റെ രേഖ കിട്ടാൻ സാധ്യതയുള്ളതാണ്. അത് മുഴുവൻ മറച്ചു വെച്ച് കാടടച്ച് വെടിവെക്കുന്ന ഒരു നിലപാട് പണ്ടേ സുധാകരന്റെ നിലപാടാണ്. ആ നിലപാട് ഈ കാര്യത്തിലും തുടരുകയാണ്. ശബ്ദം വെച്ച് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം സത്യമല്ലാതാവുന്നില്ല എന്ന കാര്യം സുധാകരൻ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അതുമായിട്ട്. കെ സുധാകരൻ ഇന്ന് കോടിയേരി ബാലകൃഷ്ണനും തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, വേണമെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് തരാമെന്ന്. മാത്രമല്ല ശ്രീ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഹൃദയ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം 3 തവണ നേരത്തെ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായതാണ് എന്നും ഇത് 4ാമത്തേതാണ് എന്നും താങ്കൾക്ക് നേരിട്ടറിയാവുന്നതല്ലേ? നികേഷ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഗോവിന്ദൻ മാഷോടൊക്കെ എനിക്ക് സഹതാപേ ഉള്ളൂ. ഈ പരിയാരം മെഡിക്കൽ കോളേജ്, തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രി, തലശ്ശേരിയിലെ സഹകരണ ആശുപത്രി, AKG ആശുപത്രി, ഇവിടെ നിന്നൊക്കെ ഇഷ്ടം പോലെ കള്ള സർട്ടിഫിക്കറ്റും കള്ള റെക്കോർഡുകളും ഉണ്ടാക്കിയ ഒരുപാട് കേസിന്റെ അനുഭവസ്ഥനാണ് ഞാൻ. ഇത് ഗോവിന്ദൻ മാഷ് ആരോടാ പറയുന്നത്? സുധാകരനോടോ? എത്ര കള്ള സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് CPM ഈ ആശുപത്രിയിലൊക്കെ അഡ്മിറ്റ് ആക്കിയിട്ട്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്ന് അവർക്ക് ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഒബ്റ്റെയിൻ ചെയ്യാൻ എന്ത് പ്രയാസം? ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഒരു മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ ശ്രീ ജയരാജൻ ഹാജരാവട്ടെ, ആൻജിയോപ്ലാസ്റ്റി നടത്തിയെന്ന് പറയട്ടെ. ഞാൻ ചലഞ്ച് ചെയ്യുന്നു ഗോവിന്ദൻ മാഷിയും CPM-നെയും. ശ്രീ ഗോവിന്ദൻ മാസ്റ്റർ, ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു. സുധാകരനെ ആ വെല്ലുവിളി, സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിയെ കൃത്യമായിട്ട് ആവശ്യമായ തെളിവ് സുധാകരൻ പറയുന്ന ഏത് സ്ഥലത്ത് വേണമെങ്കിലും സുധാകരനുമായി ബന്ധപ്പെട്ട് ആ തെളിവ് ഹാജരാക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി എല്ലാ സർട്ടിഫിക്കറ്റുകളും തെറ്റായ സർട്ടിഫിക്കറ്റുകളാണ് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരിക്കലും പറയാൻ പാടില്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വക്കീലെ, ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അങ്ങനെ ഒരു ആവശ്യമുണ്ടോ? അല്ല, ഇത് സുധാകരൻ പറയുന്നതിന്റെ ഒരു വഴി നമ്മളൊന്ന് പരിശോധിച്ചാൽ, അതായത് എന്തായാലും നിങ്ങൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു, അപ്പോൾ സ്വാഭാവികമായും ഇനി അഥവാ ഒരു അറസ്റ്റ് ഉണ്ടാവുകയാണ് എങ്കിൽ ജയിലിൽ പോകാതിരിക്കാൻ, ആശുപത്രിയിൽ കിടക്കാൻ ഇതാണ് നല്ല മാർഗമെന്ന് CPM ചിന്തിച്ചോ? സുധാകരൻ പറയുന്നത് ശരിയാണെങ്കിൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. കാരണം ജയരാജന് 1999 മുതൽ ഭീകരമായ വെട്ടേറ്റതിന് ശേഷമുള്ള ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ചികിത്സാ രേഖകൾ പരിശോധിച്ചാൽ അറിയാം, അദ്ദേഹം നിരവധിയായ രോഗങ്ങളാൽ വലയുന്ന ഒരാളാണ്. കൈയും കാലും അദ്ദേഹത്തിന് ചലനശേഷിയില്ലാത്ത കൈയാണുള്ളത്. നിരന്തരമായ ചികിത്സ, ആ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് തന്നെ മതി ഒരു കോടതിയെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ ശാരീരിക അവശത. അതിനു പുറമെ ഏതെങ്കിലും ഒരു ആശുപത്രി കിടന്ന് പുതിയൊരു ചികിത്സാ രേഖകൾ തേടേണ്ട ഒരാവശ്യവുമില്ല. കോടതികൾ കാര്യങ്ങൾ സെൻസിബിളായി കാണുന്ന കോടതികളാണ് നാട്ടിലുള്ളത്. വൈബ്രന്റ് കോടതികളാണ് നാട്ടിലുള്ളത്. പി ജയരാജന് ശവസമാനമായി വിട്ടേറ്റ ഒരു സംഭവം, അതിനുശേഷം അദ്ദേഹം വികലാംഗനാണ്. അങ്ങനെയുള്ള ഈ രേഖകളെല്ലാം ഇരിക്കെ ഒരു മണ്ടത്തരം കാണിക്കാൻ തയ്യാറാകുമോ CPM-ഓ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ? ഇങ്ങനെ ഒരു രേഖ വ്യാജമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ആർക്കും പരിശോധിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമാണല്ലോ. സുധാകരൻ, ഒരു മെഡിക്കൽ ബോർഡ് അതൊരു വെല്ലുവിളിയായി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ സ്വീകരിച്ചിരിക്കുന്നു. മെഡിക്കൽ ബോർഡിന് മുമ്പാകെ ഹാജരായി വേണമെങ്കിൽ ഒരു പരിശോധന ആവശ്യമാണ് എന്ന് പോലും ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ ഒറ്റയടിക്കങ്ങ് പറയുകയാണ്. തീർച്ചയായിട്ടും അത് ഈ രേഖകൾ പരിശോധിക്കാൻ പക്ഷേ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, പി ജയരാജന്റെ 99 മുതലുള്ള ഇന്ന് വരെ 2015 വരെയുള്ള കെട്ടുകണക്കിന് മെഡിക്കൽ ഡോക്യുമെന്റ്സ് തന്നെ മതി ഒരു കോടതിക്ക് ജയരാജന്റെ ശാരീരിക അവശത ബോധ്യപ്പെടുത്താൻ. പുതിയൊരു രേഖയുടെ ആവശ്യം തന്നെയില്ല. ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി അക്കാര്യത്തിൽ എന്തായാലും ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ പറയാവുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ. ശ്രീ കെ സുധാകരൻ, ഞാൻ നേരത്തെ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ ഉന്നയിച്ച വിഷയത്തിലേക്ക് വരിക. 26 പേരാണ് കഴിഞ്ഞ 4 വർഷത്തിനിടെ CPM പ്രവർത്തകർ കൊല്ലപ്പെട്ടത്. ആ 26 പേർ കൊല്ലപ്പെട്ടപ്പോൾ എതിർപക്ഷത്ത് മുസ്ലിം ലീഗ് ഉണ്ടാവും, കോൺഗ്രസ് ഉണ്ടാവും, BJP ഉണ്ടാവും.
ഇവർക്കെതിരെ ഒന്നും കാപ്പയോ അല്ലെങ്കിൽ UAPAയോ ചുമത്തിയിട്ടില്ല. ഈ കേസുകളൊന്നും CBIക്ക് കൈമാറിയിട്ടില്ല. CPM-കാർ പ്രതികളായിട്ടുള്ള കേസുകൾ മാത്രമാണ് CBI ഏൽപ്പിക്കുന്നത്, കാപ്പ ചുമത്തുന്നത്, UAPA ചുമത്തുന്നത്. അതുകൊണ്ടാണ് കോടിയേരി പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ ഉപയോഗിച്ച് CPM-നെ വേട്ടയാടുന്നു, BJP കേന്ദ്ര സർക്കാരിനെ ഉപയോഗിച്ച് CPM-നെ വേട്ടയാടുന്നു. നികേഷേ, ഇതിൻ്റെ അകത്ത് ഇവർക്ക് അനുകൂലമായി CBI നടപടി വന്നാൽ CBI നല്ലതാണ്. CBI അന്വേഷണം ഇവർക്കെതിരായാൽ ഇവർ CBIക്കെതിരാണ്. നിങ്ങൾ ഈ കേസിന്റെ CBI അന്വേഷണത്തെക്കുറിച്ചും ജയരാജന്റെ അറസ്റ്റിനെ കുറിച്ചും ഒക്കെ നമ്മൾ സംവദിക്കുമ്പോൾ ഈ CBI അന്വേഷണത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ മറുഭാഗത്തൊരു സത്യം നിങ്ങൾ കാണുക. പയ്യന്നൂരിൽ ഹക്കീം വധക്കേസ് CBIക്ക് വിടണം എന്ന് പറഞ്ഞ് T. കൃഷ്ണൻ MLA CPM നേതാവിന്റെ നേതൃത്വത്തിൽ അവിടെ നിരാഹാര സമരം നടക്കുകയാണ്. ഇന്നലെ ഇതിനെതിരെയുള്ള പ്രതിഷേധം ഗോവിന്ദൻ മാഷ് ഇപ്പുറം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അപ്പുറത്ത് ഹക്കീം കേസ് CBIക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാണ് അവിടെ CPM-ന്റെ സമരം എന്നോർക്കണം. അപ്പൊ അവസരത്തിനൊത്ത് മുഖം കാണുന്ന, അവസരത്തിനൊത്ത് വാദഗതി ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമസ്ഥത CPM ഇനിയെങ്കിലും അവസാനിപ്പിക്കണമെന്ന എനിക്ക് പറയാനുള്ളത്. ഇവിടെ ജയരാജനെ പ്രതിയാക്കണമെന്ന് ഇവിടെ ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ആരും ജയരാജനെ പ്രതിയാക്കാൻ പറഞ്ഞിട്ടുമില്ല. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, കാരായി ചന്ദ്രശേഖരന്റെ കേസ് പറഞ്ഞു ഗോവിന്ദൻ മാഷ്. ഇവിടെ കാരായി ചന്ദ്രശേഖരൻ, കേരളത്തിലെ പോലീസ്, ഇടതുപക്ഷ ഗവൺമെന്റ്, ബാലകൃഷ്ണൻ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കും നടത്തിയ കേസ്, അതിന്റെ അകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴാ. പക്ഷേ ഗൂഢാലോചനയ്ക്ക് വേണ്ടി ഫസലിന്റെ ഭാര്യ കോടതിയിൽ പോയി ഹൈക്കോടതി CBI അന്വേഷണം വെച്ചപ്പോഴാ ഈ നേതാക്കന്മാർ കുടുങ്ങിയത് എന്ന് ഓർമ്മ വേണം. ഇവിടെ എന്താണ് ഈ ആവശ്യം? കാപ്പ വേണം, UAPA വേണം എന്നൊക്കെ പറയുന്നത് ഈ കേസിന്റെ കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എങ്കിൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെ ഈ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എങ്കിലേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ. ഗൂഢാലോചന ഇല്ലാതെ കണ്ണൂരിൽ ഒരു കൊലപാതകവും നടക്കില്ല. CPM-ന്റെ ജില്ലാ നേതൃത്വം അറിയാതെ ഒരു കൊലപാതകവും കണ്ണൂരിൽ നടക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം വേണോ? ഗൂഢാലോചനയിൽ കേസിലെ പ്രതികൾ രംഗത്ത് നിയമത്തിന്റെ മുമ്പിൽ വന്നാലേ ഇവിടെ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ എന്നതാണ് സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന വികാരം എന്ന് നിങ്ങൾ ഓർക്കുക. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, അതാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പറഞ്ഞത്. മുൻകാലങ്ങളിൽ CPM ആയിരുന്നു പ്രതികളുടെ ലിസ്റ്റ് കൊടുത്തിരുന്നത്, കുറച്ച് ഇടക്കാലത്ത് മാറിയതായിരുന്നു, വീണ്ടും അത് തുടങ്ങി എന്ന്. നിങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കും, ആ ലിസ്റ്റിലെ ഓരോരുത്തരെയും ആക്രമിക്കും, കൊല്ലും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തന്നെ പ്രതിപട്ടിക കൊടുക്കും, അത് കോടതിയിൽ തള്ളിപ്പോകും. മുൻകാലങ്ങളിൽ അങ്ങനെയായിരുന്നു, ഇടക്കാലത്ത് മാറി, ഇപ്പോൾ അത് വീണ്ടും നടന്നിരിക്കുന്നു. അതാണ് സുധാകരൻ വിശദീകരിക്കുന്നത്. സുധാകരനാണ് യഥാർത്ഥത്തിൽ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടത്തുന്ന കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്. അത് മനസ്സിലാക്കാൻ ഈ കേരളത്തിലെ കണ്ണൂരിലെ മുഴുവൻ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. നാൽപ്പാടി വാസു ഉൾപ്പെടെയുള്ള ചെറുപ്പക്കാരൻ കടയിലിരുന്ന് ചായ കുടിക്കുന്ന സന്ദർഭത്തിൽ അതുവഴി കടന്നുപോയ ജാതിയുടെ നേതാവായ സുധാകരനാണ് അവിടെ കൊലപാതകം സംഘടിപ്പിക്കുന്ന നേതൃത്വം കൊടുത്തതിന് ശേഷം പോയി മട്ടന്നൂർ പട്ടണത്തിൽ പരസ്യമായി പ്രസംഗിച്ചത് ഞാൻ വരുന്ന വഴിക്ക് ഒരു മാർക്സിസ്റ്റുകാരനെ കൊന്നിട്ടിട്ടുണ്ട്, അവിടെ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ തന്നെ പ്രതിയായിട്ടുള്ള ആ കേസിന്റെ FIR ഉണ്ടായിരുന്ന ഒരാളാണ് സുധാകരൻ എന്ന് സുധാകരൻ മറക്കണ്ട. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയോ പ്രത്യേകിച്ച് CPIM-ന്റെയോ പ്രവർത്തകരല്ല ഈ കേരളത്തിലും കണ്ണൂർ ജില്ലയിലും കൊലപാതകം സംഘടിപ്പിച്ചിട്ടുള്ളത്. അടിയന്തരാവസ്ഥയുടെ കാളരാത്രിയിൽ ബോംബ് ഉപയോഗിച്ചിട്ട് CPIM പ്രവർത്തകരെ കൊന്നിട്ടുള്ളത് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ പെരളശ്ശേരിയിലുള്ള നമ്മുടെ സഹകവനിയാണ്, കൊളങ്കരേത്ത് രാഘവനെയാണ്. ആ കൊളങ്കരേത്ത് രാഘവനെ കൊന്നിട്ടുള്ളത്, ബോംബെറിഞ്ഞ് കൊന്നിട്ടുള്ളത് കോൺഗ്രസ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ അക്രമം ആരംഭിച്ചത് ഇപ്പോഴാണ് എന്നാണ് സുധാകരന്റെ ധാരണ. ഇവിടെ സുധീരൻ പറയുമ്പോഴും പറയുന്നത് ഇപ്പോഴെന്തോ മാറ്റം വന്നിരിക്കുന്നു എന്നാണ്. ഞങ്ങൾ ഒരാളെയും കൊല്ലാൻ വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കിയിട്ടില്ല. ഞങ്ങൾ തയ്യാറാക്കിയിട്ടുള്ള പ്രതിപട്ടിക അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു ലിസ്റ്റിലും ആളെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യം ആർക്കും ഇവിടെ കേരളത്തിൽ പകൽ വെളിച്ചം പോലെ അറിയുന്നതാണ്. ഇവിടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ് ഈ കേരളത്തിലെ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയ ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റിന്റെ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ നിരവധി കൊല ചെയ്യപ്പെടുമ്പോൾ ആ കൊലപാതകത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരവാദിത്വം കോൺഗ്രസിന്റെ മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തലയാണെന്ന കാര്യം മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല രാജിവെക്കണമെന്നാണ് സുധീരൻ പറയേണ്ടത്. സുധീരൻ പറയേണ്ടെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അതായിരിക്കണം. ഈ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ ഉപയോഗിച്ചിട്ട് ക്രമസമാധാനം പാലിക്കാൻ കേരളത്തിലാവില്ല, കണ്ണൂർ ജില്ലയിലാവില്ല,
കൃത്യമായിട്ട് പ്രതിയെ പിടിക്കാനാവില്ല. അത് പറയുന്നതിന് പകരം വേറെ എന്തോ ഉദ്ദേശം വെച്ച് ഗ്രൂപ്പ് വഴക്കിന്റെ കാര്യങ്ങൾ വെച്ച് ഈ കണ്ണൂർ ജില്ലയെയും അതുപോലെ തന്നെ CPM-നെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം പാർട്ടിക്കെതിരായി കടന്നാക്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായിട്ട് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. PC ചാക്കോ എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ KC ജോസഫ് അതിന്റെ വേറൊരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുധാകരൻ വേറൊരു രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലും കണ്ണൂർ ജില്ലയിലും CPIM-ന്റെ പ്രവർത്തകരാണ് വേട്ടയാടപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളുടെ 26 സഖാക്കളെയാണ് കൊന്നിട്ടുള്ളത്. ആ കൊലപാതകങ്ങളൊന്നും സഖാവ് കോടിയേരി പറഞ്ഞതുപോലെ UAPA ഇല്ല, കാപ്പിയില്ല, ഒന്നും തന്നെ ഇല്ല. ഏകപക്ഷീയമായ നിലയിൽ പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തുകയാണ്. ആ കടന്നാക്രമണ ശ്രമത്തെയാണ് CPIM ശക്തിയായിട്ട് മുമ്പ് നേരിട്ടത്. മേഖലയുടെ നേതാവായ താങ്കൾ അറിയാതെ PM സുധീരനിൽ നിന്നും അങ്ങനെ ഒന്നും വരില്ലല്ലോ. അല്ല, ഞാൻ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നികേഷ്, ഗോവിന്ദൻ മാഷ് കോടിയേരി ബാലകൃഷ്ണനോ അല്ലെങ്കിൽ P ജയരാജനോ EP ജയരാജനോ അല്ലല്ലോ. ഗോവിന്ദൻ മാഷാണ്. അതിനനുസരിച്ച് ഒക്കെ ഒരു സംസാരം ഞാൻ പ്രതീക്ഷിക്കുന്നു മാഷിൽ നിന്ന്. മാഷ് ഒരു തെരുവ് പ്രസംഗം നടത്തിയത് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, കണ്ണൂർ ജില്ലയിൽ 968 ശേഷം ഇതുവരെ കൊല ചെയ്യപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 228 ആളുകളാണ്. കോൺഗ്രസ് ആണ് എന്ത് പറയുമ്പോഴും രണ്ടാളെ പേരെടുത്ത് പറഞ്ഞ് K. സുധാകരന്റെ വായ മൂടിപ്പിക്കാമെന്ന് ഗോവിന്ദൻ മാഷ് കരുതരുത്. നിങ്ങൾ ഓർക്കേണ്ടുന്നത്, ആൽപ്പാടി വാസുവിനെ ഞാനല്ല കൊന്നത്, എൻ്റെ ഗൺമേൻ എന്നെ കൊല്ലാൻ വന്നപ്പോൾ എൻ്റെ ഗൺമേൻ വെടിവെച്ചത്, അല്ലാതെ ഞാൻ അദ്ദേഹത്തെ വെടിവെക്കാനും നിൽക്ക് ഞാൻ പറഞ്ഞിട്ട് കേൾക്കാം. ഞാൻ ചോദിക്കുന്നു, ഈ 228ഓളം ആളുകൾ കൊല്ലപ്പെട്ട ഈ കണ്ണൂർ ജില്ലയിലെ കൊലപാതക പരമ്പരയിൽ കോൺഗ്രസിന്റെ കൈകൊണ്ട് കൊലപാതകം നടന്ന എത്ര കേസാ മാഷേ? 3 കേസാ. 3 കേസാണ് കോൺഗ്രസിന്റെ കൈകൊണ്ട് ഇവിടെ കൊല്ലപ്പെട്ടത്. ബാക്കി അതിൻ്റെ അകത്ത് 160ഓളം ആളുകളെ CPM-കാർ വെട്ടിക്കൊന്നതാ. അത് BJP-യും കോൺഗ്രസും ലീഗും ഉണ്ട് അതിനകത്ത്. വെട്ടിക്കൊന്നവർ CPM-കാരാ. ഈ 228 കൊലപാതകത്തിന്റെ അകത്ത് ഇത്രയും ആളുകളെ കൊന്നൊടുക്കിയ ഒരു പാർട്ടിയുടെ നേതാവ് നാണവും മാനവും ഇല്ലാതെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് വന്ന 3 കൊലപാതകം ചൂണ്ടിക്കാട്ടി സുധാകരനാണ്, കോൺഗ്രസ് ആണ് ഈ ഇവിടുത്തെ കൊലപാതകത്തിനും അക്രമത്തിനും കാരണമെന്ന് പറയുന്നത്. രാഷ്ട്രീയ രംഗത്ത് ഇത്രയും തരംതാണ രാഷ്ട്രീയ അലിഗേഷൻസാ ഗോവിന്ദൻ മാഷെ പോലത്തെ ഒരാൾ ഉന്നയിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ ഒരു കാര്യം സത്യല്ലേ, എല്ലാ കാലവും CPM-ന് ഇവിടെ കൊല്ലാനും കൊള്ളയടിക്കാനും പരിശീലനം കൊടുക്കുന്ന കേഡർമാരുണ്ട്, കില്ലേഴ്സ് ട്രൂപ്പ് ഉണ്ട്. ഇപ്പൊ 2 ദിവസം മുമ്പ് മൊഗേരിയിൽ നമ്മുടെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹത്തെ 2 കൈയും 2 കാലും ശരീരം മുഴുവൻ അടിച്ച് ഉടച്ച് ജയദീപ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, നിങ്ങളെ ഫോട്ടോ കണ്ടില്ലേ പേപ്പറിൽ? അത് അടിച്ച് കൈയും കാലും ഒടിക്കാൻ ട്രെയിനിങ് കൊടുത്തവരാ. കൊല്ലാനുള്ള ട്രെയിൻ കിട്ടിയവരുണ്ട്. കോൺസെൻട്രേഷൻ ക്യാമ്പ് നടത്തി കൊല്ലാനും അടിക്കാനും ഇടിക്കാനും പരിശീലനം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനാധിപത്യ സംവിധാനത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ അവകാശമുണ്ടോ എന്ന് ഈ സമൂഹം ചിന്തിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഈ സംവാദത്തിൽ ഏർപ്പെടുന്നത് എന്ന് ഓർക്കുന്നത് നല്ലതാ. അല്ല, എൻ്റെ ചോദ്യത്തിന് ശ്രീ K. സുധാകരൻ താങ്കൾ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനു മുമ്പ് P. ജയരാജൻ്റെ ഭാര്യ യമുന ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി യമുന, P. ജയരാജൻ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായിട്ടില്ല. യഥാർത്ഥത്തിൽ CBI കേസിൽ പ്രതിയാകും എന്ന് തോന്നിയതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വെറുതെ പോയി കിടക്കുകയാണ് എന്നാണ് ശ്രീ K. സുധാകരൻ്റെ ആക്ഷേപം. ഹലോ, സുധാകരൻ പറയുന്നത് 3 കൊലപാതകം മാത്രമേ അവർ നടത്തിയിട്ടുള്ളൂ. ഞാൻ വരാം. ശ്രീമതി യമുന പറയൂ. അതെ, ജയരാജൻ ഈ ആദ്യമായിട്ടല്ല ഇപ്പൊ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത്. ജയരാജൻ ഇപ്പൊ 4ാമത്തെ തവണയാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. സുധാകരൻ പറയുന്നത് തലശ്ശേരി സഹകരണ ആശുപത്രി, തളിപ്പറമ്പ് ആശുപത്രി, പരിയാരം മെഡിക്കൽ കോളേജ് ഇവിടെയൊക്കെ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതാണ് എന്ന് സുധാകരൻ പറഞ്ഞു. ജയരാജൻ 3 തവണ ആൻജിയോപ്ലാസ്റ്റി ചെയ്തത് എറണാകുളത്ത് അമൃത ഹോസ്പിറ്റലാണ്. അപ്പൊ അമൃത ഹോസ്പിറ്റൽ സർട്ടിഫിക്കറ്റ് വ്യാജാണെന്ന് സുധാകരൻ പറയില്ല എന്നാണ്. 3 തവണ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കിയ കാര്യം ഞാൻ സുധാകരനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഈ തവണ ആൻജിയോപ്ലാസ്റ്റിക് വിധേയനായിട്ടില്ല. അത് CBI കേസിൽ പ്രതിയാകുമെന്ന് ഭയന്നതുകൊണ്ടാണ്. പരിയാരം മെഡിക്കൽ കോളേജിലെ അഷ്റഫ് ഡോക്ടറാണ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുള്ളത്. ഡോക്ടർ ആദ്യം പറഞ്ഞത് ബലൂൺ സർജറി മതിയാകും, സെൻഡ് ചെയ്യേണ്ട കാര്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ തിയേറ്ററിൽ എത്തിയപ്പോൾ കാത്ത് ലാബിൽ പ്രവേശിപ്പിച്ച സമയത്ത് ബലൂൺ സർജറി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുകയും സ്റ്റെന്റ് ഇടുകയും ചെയ്യേണ്ടി വന്നു.
അത് സുധാകരന് വേണമെങ്കിൽ ഇപ്പോഴും ഞങ്ങൾ ബി ബ്ലോക്ക് 214 റൂമിൽ നമ്മൾ ഇപ്പോഴും ഉണ്ട്. സുധാകരൻ പറയുന്നത് ഇപ്പോൾ ആശുപത്രിയിലില്ല, വേറൊരു സ്വകാര്യ സ്ഥലത്തേക്ക് പോയി എന്നാണ്. അതെ, സുധാകരൻ നാളെ രാവിലെ ഇവിടെ വന്നോട്ടെ. വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, എന്റെ കുടുംബത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഉണ്ട്. എൻ്റെ ഒരു അമ്മാവൻ സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാരെയും കമ്മ്യൂണിസ്റ്റുകാരെയും ഒരേ രീതിയിൽ കാണാൻ എനിക്ക് പറ്റും. ആ അമ്മാവൻ ഇവിടെ വന്നിരുന്നു. ആ അമ്മാവനോട് വിളിച്ച് ചോദിക്കട്ടെ സുധാകരൻ. അതല്ലാതെ ഒരു ചാനലിൽ കയറി എന്തും വിളിച്ചു പറയാന്നുള്ളത്, ചുറ്റും നിൽക്കുന്നവരെ ഈ പി ജയരാജൻ രാഷ്ട്രീയ നേതാവായിരിക്കും, പക്ഷെ രാഷ്ട്രീയ നേതാവിന് ചുറ്റും വേറെയും കുറെ ആളുകളുണ്ട് എന്ന് വ്യക്തമാണ്. അവിടെ അവസാനിപ്പിക്കാം നമുക്ക്. ശ്രീമതി യമുന, ഇവിടെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സുധാകരൻ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയം, അതായത് കോൺഗ്രസ് ഒരു പക്ഷത്തുണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടിയാണ് അക്രമ രാഷ്ട്രീയം തുടങ്ങിയത് എന്നുള്ള വാദമുണ്ടല്ലോ, അത് പൂർണ്ണമായും തെറ്റാണെന്നും 3 പേർ മാത്രമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് പ്രതികളായിട്ടുള്ളത് എന്നാണ് വിശദീകരണം. അതൊക്കെ ഈ കണക്കൊക്കെ പറഞ്ഞിട്ട് ആളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കാര്യം മാത്രമാണ്. നിങ്ങൾക്ക് ഈ കണ്ണൂർ പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സേവറി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മുടെ നാണു സഖാവിന് ബോംബെറിഞ്ഞ് കൊല്ലുന്നത് കോൺഗ്രസ്സുകാരല്ലേ. അതുപോലെ തന്നെ താൽപ്പാടി വാസുവിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇവിടെ 1948 ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃനിരയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായ നേതാവായിരുന്നില്ലേ മൊയാരത്ത് ശങ്കരൻ. ആ മൊയാരത്ത് ശങ്കരനെ ഇടിച്ചു കൊന്നത് കോൺഗ്രസ്സുകാരല്ലേ. 167 സഖാക്കളെ ഈ കണ്ണൂർ ജില്ലയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 167 സഖാക്കളെ ഈ കണ്ണൂർ ജില്ലയിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ആ കൊലപാതകത്തിന്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ട്, വേറൊരു ഭാഗത്ത് BJP ഉണ്ട്, അതുപോലെ തന്നെ മുസ്ലിം ലീഗുകാർ ചിലരുണ്ട്. ഇവരെല്ലാം കൂടി ചേർന്നുകൊണ്ട് 167 സഖാക്കളെ കൊന്ന ജില്ലയാണ് ഈ കണ്ണൂർ ജില്ല. എന്നിട്ട് ആ കൊലപാതകത്തിന്റെ എല്ലാ ഉത്തരവാദിത്വത്തിൽ ഞങ്ങൾക്ക് 3 എണ്ണം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നത് തികച്ചും തെറ്റായ കണക്കാണ്. തെറ്റായ കണക്ക് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ്. DCC ഓഫീസിന്റെ മേലെ പത്രപ്രവർത്തകർ പോയി ഞങ്ങൾക്ക് 3 തരം ബോംബുണ്ട് എന്ന് പറയുന്നത് സുധാകരന്റെ കാലത്താണ്. ഞങ്ങളുടെ കയ്യിൽ 3 തരം ബോംബുണ്ട്, ഒന്ന് കൊല്ലാനുള്ള ബോംബാണ്, കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്ത് പറഞ്ഞു ഈ ബോംബ് കൊല്ലാനുള്ള ബോംബാണ്, ഈ ബോംബ് ഭീഷണിപ്പെടുത്താനുള്ള ബോംബാണ്, ഈ ബോംബ് ആളുകളെ പരിക്കേൽപ്പിക്കാനുള്ള ബോംബാണ്. കണ്ണൂർ DCC ഓഫീസിന്റെ മേലെ അതിൻ്റെ ഏറ്റവും ഉയർന്ന മേഖലയിൽ കൊണ്ടുപോയിട്ട് പത്രപ്രവർത്തകർ കാണിച്ചു കൊടുത്തത്, പത്രങ്ങൾ അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ഫോട്ടോ കാണിക്കുകയും ചെയ്തിട്ടുള്ളത് കണ്ണൂർ ജില്ലയിലാണ്. അപ്പോൾ CPIM-നെതിരായിട്ട് എന്തും നടത്താം, ആരെയും കൊല്ലാം. എന്നിട്ട് ആ കൊലപാതകം മുഴുവൻ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുകാരാണ് കൊലപാതകത്തിന്റെ വക്താക്കൾ എന്ന് പറയാൻ സുധാകരന് യാതൊരു മടിയുമില്ല. സുധാകരനെതിരായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ വിഷമിച്ചിട്ട് കാര്യമില്ല. സുധാകരന്റെ നിലപാട് എങ്ങനെയാണ്? സഖാവ് EP ജയരാജനെ കൊല്ലാൻ തോക്കും കൊടുത്തയച്ച് കൊലപാതകത്തിന്റെ ഭാഗമായിട്ടുള്ള ശ്രമം നടത്തിയത് ആരാ? അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാ? ഇങ്ങനെ എത്രയെത്ര സംഭവ പരമ്പരകൾ ഈ കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ തന്നെ ഞാൻ പറയാണ്, കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശാൻ, അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയുടെ വക്താവ് ഈ കണ്ണൂർ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് 1-ാം നമ്പർ സുധാകരനാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. സുധാകരൻ എന്തുകൊണ്ടാണ് ആ പ്രധാനപ്പെട്ട ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാത്തത്? ലിസ്റ്റ് കൊടുക്കുന്ന പതിവ് പഴയ കാലത്തുണ്ട്, ഇടക്കാലത്ത് കുറവ് വന്നതാണ്, അത് വീണ്ടും നടക്കുന്നു. VM സുധീരൻ ആഭ്യന്തര മന്ത്രിയെ തല്ലാൻ വേണ്ടി CPM-നെ ഉപയോഗിക്കുന്നതാണ് എന്നാണ് കോടിയേരി ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നത്. ആ വിഷയത്തിൽ നേരിട്ട് ഇനി M.V. ഗോവിന്ദൻ മാഷ് പറഞ്ഞതിന് പറയല്ലേ, താങ്കൾ പറഞ്ഞതിനാണ് M.V. ഗോവിന്ദൻ മാഷ് മറുപടി പറഞ്ഞത്, അവിടെ അത് അവസാനിപ്പിക്കുക. ഞാൻ ചോദിക്കുന്നു, VM സുധീരന്റെ അങ്ങനെ പറയാൻ പറ്റില്ല. M.V. ഗോവിന്ദൻ മാഷ് ഈ സംവാദം കേൾക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. ഞാൻ ഗോവിന്ദൻ മാഷെ വെല്ലുവിളിച്ച് പറയാം, എന്റെ ഈ 68-ന് ശേഷം ഞാൻ പറഞ്ഞ കണക്കിന്റെ അകത്ത് കൊളങ്ങരോത്ത് രാഘവൻ, നാൽപ്പാടി വാസു ഇവരെ കണക്ക് പ്രകാരം ഗവൺമെന്റാണ് ഇവിടെ വെച്ചത്. അതുപോലെ സേവരി ഹോട്ടൽ നാണു, ഈ 3 അല്ലാതെ 4-മതൊരു CPM-കാരനെ കോൺഗ്രസ്സുകാരൻ കൊല ചെയ്ത ഒരു കേസ് ഗോവിന്ദൻ മാഷ്ക്ക് പേരെടുത്ത് പറയാൻ നട്ടലുണ്ടെങ്കിൽ പറയണം മാഷെ. ആരാ നമ്മളെ 4-മതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസ്? നിങ്ങൾ കുറെ കാലായില്ലേ ഇത് പാടി നടക്കുന്നത്? അതുകൊണ്ട് ഈ കള്ളപ്രചരണം നിങ്ങളുടെ തൊഴിലാണ്, നിങ്ങളുടെ രാഷ്ട്രീയ ശൈലിയാണ്, കള്ളത്തരമാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ കൊണ്ടുപോയിക്കോ, അതിനൊക്കെ പരാതിയില്ല. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ലിസ്റ്റ് കൊടുക്കുന്നത് CPM എല്ലാ കാലവും ലിസ്റ്റ് കൊടുക്കലാണ്. യഥാർത്ഥ പരിശീലനം കിട്ടിയ കൊലയാളികളെ കേസിന്റെ അകത്ത് പ്രതിയായാൽ കൊല നടക്കാൻ പിന്നെ ആളെ കിട്ടാതെ വരും എന്നതുകൊണ്ട് കൊല ചെയ്തു പോകാൻ ഒരാളുകളും കേസിൽ പ്രതിയാവുന്നത് മറ്റാളുകളും. അതാണ് CPM-ന്റെ സ്റ്റൈൽ, CPM-ന്റെ ശൈലിയത. ഞാനൊരു കാര്യം പറയട്ടെ നികേഷേ, പന്ന്യന്നൂർ ചന്ദ്രന്റെ കൊലക്കേസിന്റെ അകത്ത് പ്രതിയാക്കപ്പെട്ട ഒരു അധ്യാപകൻ
അധ്യാപകൻ CPM അധ്യാപകൻ എന്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ കേസിന്റെ അകത്ത് പ്രതിയല്ല, എന്നെ നിങ്ങൾ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യാപകൻ എന്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ഇവർ കൊടുക്കുന്ന ലിസ്റ്റ് എല്ലാ കാലവും അങ്ങനെയാണ്. പക്ഷേ അങ്ങനെ പോകുമ്പോ ഈ കൊലയാളികൾ കൊന്നുകൊണ്ടേ നടക്കും. യഥാർത്ഥ കൊലയാളികൾ രക്ഷപ്പെടും. കൊലക്കേസുമായി ബന്ധമില്ലാത്തവർ ജയിലിലാകും. കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കുന്ന CPMന്റെ കൊലക്കേസിലെ പ്രതികളിൽ പലരും നിരപരാധികളാണ് എന്ന് അന്വേഷണത്തിൽ ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൊലപാതകത്തിന്റെ പരമ്പര അവസാനിക്കണമെങ്കിൽ യഥാർത്ഥ പ്രതികൾ കേസിൽ പ്രതിയാവണം. അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന അതാണ് ചോദ്യം. CK സുധാകരൻ, ചെന്നിത്തലയ്ക്ക് അടികൊടുക്കാൻ CPMനെ ആയുധമാക്കേണ്ട എന്നാണ് കോടിയേരി പറയുന്നത്. ചെന്നിത്തല ആഭ്യന്തര വകുപ്പിൽ പരാജയമാണെങ്കിൽ മാറ്റണം, അല്ലാതെ ഒളിയം പഴിക്കുകയല്ല വേണ്ടത്. അതൊന്നും ബാലിശമാണ്. KPCC അധ്യക്ഷന്റെ വാക്കുകളൊന്നും ഒരു ഒളിയമ്പില്ല. അദ്ദേഹം കഴിഞ്ഞ കാലത്തെ ചരിത്രം അദ്ദേഹം ആവർത്തിച്ചു, അദ്ദേഹം റിമൈൻഡ് ചെയ്തു എന്നല്ലാതെ റിക്കളക്ട് ചെയ്തു എന്നല്ലാതെ ആഭ്യന്തര വകുപ്പിനെതിരെ കണ്ണൂരിൽ നടത്തിയ പ്രസംഗത്തിന് ഞാൻ ദൃക്സാക്ഷിയല്ലേ. ആഭ്യന്തരമന്ത്രി അവിടെ കണ്ണൂരിൽ വന്ന് RSSകാരെയും CPMകാരെയും വിളിച്ചിരുത്തി പ്രശ്ന പരിഹാരം ഉണ്ടാക്കി നടപടിയെടുത്ത് മുൻപോട്ട് പോയി. ഈ ജനദേവൻ കണ്ണൂരിലല്ല, കോഴിക്കോടാണ് CK സുധാകരൻ VM സുധീരൻ പറഞ്ഞത്. ലിസ്റ്റ് കൊടുക്കുന്ന പതിവ് പഴയ കാലത്തുണ്ട്, ഇടക്കാലത്ത് കുറവ് വന്നതാണ്, അത് വീണ്ടും നടക്കുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയിലെ രമേശ് ചെന്നിത്തലയെ നീക്കം ചെയ്യേണ്ട വിധത്തിൽ ഗുരുതരമായ വിധത്തിൽ അലംഭാവം പോലീസിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിന് ഞാൻ ഒരു കാര്യം പറയട്ടെ. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് അതൊരു ആരോപണമേ അല്ല. ആ ആരോപണത്തിന്റെ രൂപത്തിലുമല്ല അദ്ദേഹം പറഞ്ഞത്. മുമ്പ് നടന്നത് ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞതിനെ വാട്ടി വളച്ച് സുധാകരൻ ലിസ്റ്റ് കൊടുക്കുന്ന പതിവ് പഴയ കാലത്തുണ്ട്, ഇടക്കാലത്ത് കുറവ് വന്നതാണ്, അത് വീണ്ടും നടക്കുന്നു എന്നാണ് കൃത്യമായ വാക്കുകൾ. അത് വളച്ചൊടിക്കുന്നതാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ വീണ്ടും ആ സൗണ്ട് ബൈറ്റ് പ്രദർശിപ്പിക്കും താങ്കൾക്ക് വേണ്ടി മാത്രമായി. ഇല്ല ശരിയല്ല അല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ കേട്ടാൽ താങ്കൾ സമ്മതിക്കുവോ? ഒരു ധാരണയിലെത്തി പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുന്ന ഒരിക്കലും ഒരു കാരണവശാലും ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള ഒരു വിമർശനത്തിന്റെ ഭാഗമായിട്ടേ അല്ല അങ്ങനെ ഒരു സംഭവം നടത്തുന്നവർ ഉപകരണങ്ങൾ കൂടി മാത്രമാണല്ലോ. അവരെ പിടിക്കുന്നതോടൊപ്പം തന്നെ ഇതിന് കേട്ടാണോ CK സുധാകരൻ താങ്കൾ നിയമത്തിന്റെ പിടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് വളരെ ലോക്കൽ പോലീസുമായി ഒരു ധാരണയിലെത്തി പ്രതികളുടെ ലിസ്റ്റ് കൊടുക്കുന്നൊരു പതിവ് പഴയ കാലത്തുണ്ട്. ഇടക്കാലത്ത് അത് കുറച്ച് കുറവ് വന്നതാണ്, അത് വീണ്ടും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സംഭവം നടത്തുന്ന ഉപകരണങ്ങൾ മാത്രമാണല്ലോ. അതെ, അതൊരു ഞാൻ ചോദിക്കട്ടെ, ഒരു ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള വിമർശനമാണ് ഇത്. ഇതൊരു വിമർശനമാണോ? നികേഷ് സത്യസന്ധമായിട്ട് പറയും. അദ്ദേഹം രാഷ്ട്രീയ കൊലപാതക കേസിൽ പ്രതിപട്ടിക എതിർ രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസിൽ നിന്നാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്തിനാ അവിടെ ഇരിക്കണം? അത് സ്വാഭാവികമായും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് എളുപ്പം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ സാധാരണ രാഷ്ട്രീയക്കാരെ സമീപിക്കുന്നത് ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട്. അത് ഏത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ലിസ്റ്റ് വാങ്ങും, പ്രതികളാക്കും. കാരണം മേയറെ അന്വേഷിച്ച് ബുദ്ധിമുട്ട് നടക്കേണ്ട എന്നതുകൊണ്ട് അത് പോലീസിന്റെ ഭാഗത്തുള്ള കൃത്യവിലോപമാണ്, അല്ലാതെ മന്ത്രിയുടെയും ഭരണകൂടത്തിന്റെയും. ഇടക്കാലത്തെ CK സുധാകരൻ താങ്കൾ തന്നെ, എനിക്ക് താങ്കളുടെ വാർത്താ സമ്മേളനത്തിന്റെ സൗണ്ട് ബൈറ്റ് വേണമെങ്കിൽ എടുത്ത് പ്രദർശിപ്പിക്കാൻ കഴിയും. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ താങ്കൾ പറയുന്നു ഒരു കാലഘട്ടത്തിൽ CPMന്റെ ഓഫീസിൽ നിന്നായിരുന്നു ലിസ്റ്റ് നൽകിയിരുന്നത്. TP ചന്ദ്രശേഖരൻ വധം അടക്കമുള്ള അതിനുശേഷമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഇപ്പോൾ ശരിയായ പ്രതികളെ പിടിച്ചു. അതായത് രമേശ് ചെന്നിത്തലയെക്കാളും നല്ല ആഭ്യന്തര മന്ത്രിയായിരുന്നു അതിനു മുമ്പ് ഉണ്ടായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നല്ലേ ഇപ്പോൾ VM സുധീരൻ പറയുന്നത്. ഇത് കോൺഗ്രസിലെ ചക്കളത്തി പോരാട്ടമാണോ അതോ പോലീസിൽ നടക്കുന്ന കാര്യമാണോ? ഒരു ചക്കളത്തിൽ പോരാട്ടവുമല്ല. ഇതിനകത്ത് പോലീസിന്റെ ഓരോ പോലീസ് സ്റ്റേഷനും നേരിട്ട് നിയന്ത്രിക്കാനൊന്നും ആഭ്യന്തരമന്ത്രിക്ക് സാധിക്കില്ല. പാകപ്പിഴകൾ പോലീസുകാരിൽ നിന്ന് വരും. പോലീസിലുമുണ്ട് കമ്മ്യൂണിസം, പോലീസിലുമുണ്ട് രാഷ്ട്രീയം. നിങ്ങൾ ഓർക്കണം, കാരണം ഈ കേരളത്തിലെ പോലീസിനകത്ത് ഉള്ളതുപോലെ രാഷ്ട്രീയം ഇന്ത്യയിലെ ഒരു പോലീസ് സേനയിലുമില്ല. രാഷ്ട്രീയം നോക്കിയാണ് പോലീസിലെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ, ഒരുപാട് പോലീസുകാർ പ്രവർത്തിക്കുന്നത്. അതൊക്കെ പരിധി വെച്ച് നിയന്ത്രിക്കാൻ സാധിക്കൂ. അത് ആഭ്യന്തരമന്ത്രിയുടെ കുറ്റമല്ല, അത് പോലീസ് സേനയുടെ പോരായ്മയാണ്. ആ പോലീസ് സേനയുടെ പോരായ്മ വളരെ ചുരുക്കി ശ്രീ എം മാസ്റ്റർ, VM സുധീരൻ അവിടെ അങ്ങനെ മാത്രമല്ല പറഞ്ഞത്. അക്രമ രാഷ്ട്രീയത്തെ ശരിയായി നേരിടണം എന്നുള്ളത് താഴെത്തട്ടിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുന്ന VM സുധീരൻ
ബോംബ് നിർമ്മാണത്തിനിടെ ബോംബ് പൊട്ടി 2 CPM പ്രവർത്തകർ മരിച്ചല്ലോ, ഇവർ സ്വന്തം നിലയിൽ ബോംബ് നിർമ്മിച്ചായിരിക്കും, എന്നാൽ പിന്നെ കുറച്ച് ബോംബ് ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് ചെയ്തതായിരിക്കില്ലല്ലോ. അതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടാവണം. ഈ ബോംബ് നിർമ്മിക്കുന്നത് എന്തിനായിരിക്കണം എന്ന് അവരല്ല നിശ്ചയിക്കേണ്ടത്, ലിസ്റ്റ് ഇടുന്ന സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങളാണ്. ആ നേതൃത്വത്തെ പിടിക്കാൻ കഴിയുന്നില്ല എന്ന പരാതിയല്ലേ VM സുധീരൻ എന്ന KPCC പ്രസിഡന്റ് ഉന്നയിക്കുന്നത്? ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ അവസാനമായി വളരെ ചുരുക്കി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ബോംബ് ഉണ്ടാക്കുക മാത്രമല്ല, ബോംബ് ഉണ്ടാക്കി DCC ഓഫീസിന്റെ മേലെ കൊണ്ടുപോയിട്ട് പത്രക്കാരെ കാണിക്കുന്ന അവസ്ഥ ഉണ്ടായതിന്റെ കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെ പൊട്ടി മരിച്ചത് 2 CPM പ്രവർത്തകരാണ്. ബോംബ് പൊട്ടി ഇവിടെ 10 CPM-കാർ 12 CPM-കാർ കൊല്ലപ്പെട്ടു. നാണമുണ്ടോ ഗോവിന്ദ മാഷ് ഇത് പറയാൻ? താങ്കളൊരു മാഷാണോ? ബോംബുണ്ടാക്കിയിട്ട് പത്രക്കാരെ കാണിച്ചിട്ടുള്ളതിന് തെളിവ് തരാനോ? കോൺഗ്രസിന്റെ ഓഫീസിൽ നിന്ന് DCC ഓഫീസിന്റെ നേരെ കൊണ്ടുപോയിട്ട് പത്രക്കാരെ കാണിച്ചു കൊടുത്തത് ഞങ്ങളാരുമല്ലോ, DCCന്റെ നേതാക്കന്മാർ തന്നെയല്ലേ, കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? ആ കോൺഗ്രസ് നേതാക്കന്മാരല്ലേ പറഞ്ഞത് ഇത് കൊല്ലാനുള്ള ബോംബാണെന്ന്, ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബാണെന്ന്, ഇത് ഭീഷണിപ്പെടുത്താനുള്ള ബോംബാണെന്ന് എല്ലാം പറഞ്ഞത് കോൺഗ്രസ് നേതാക്കന്മാരല്ലേ? കോൺഗ്രസിന്റെ DCC ഓഫീസിന്റെ നേരെ തന്നെ ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചത്. അതല്ലേ ലേഖന പരമ്പരയായിട്ട് വന്നത്? ആ ലേഖനല്ലേ എല്ലാവരും കണ്ടിട്ടുള്ളത്? കോൺഗ്രസ് ആണ് ബോംബ് കിട്ടിയത്. ആദ്യം കൊളങ്ങലേത്ത് രാഘവനെ കൊല്ലാനാണ് ആദ്യം ബോംബ് കിട്ടിയത്. ബോംബ് ഉപയോഗിച്ചിട്ട് ആളെ കൊന്നത് കോൺഗ്രസ്. അവിടെ ഈ കണ്ണൂരിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബോംബ് ഉപയോഗിച്ച് ആളെ കൊന്നത് കൊളങ്ങലേത്ത് രാഘവനെയാണ്. അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിലാണ്. ഇവിടെ സുധാകരൻ പറഞ്ഞല്ലോ, ഈ 3 ആളല്ലാതെ മറ്റാരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അവങ്ങുപോലെ ദാമോദരനും ജോസും 2 സഖാക്കളെ കൊന്നതാരാ? അതുപോലെ ചപ്പാരപ്പടയിലെ ജോസിനെ കൊന്നതാരാ? പാർട്ടിക്കാർ തൊലിക്കട്ടി, അപാര തൊലിക്കട്ടി ഉള്ളതാണ് സുധാകരന്റെ തൊലിക്കട്ടിയെ പറ്റി ഒന്നും ആർക്കും തർക്കമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നേരത്തെ വെല്ലുവിളിച്ച് ചോദിച്ചല്ലോ, ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാ. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും പതിയിരുന്ന് ആക്രമിക്കുന്നില്ലേ ജോസിനെ? ചപ്പാരപ്പടവ് പട്ടണത്തിൽ ബന്ധുവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്. അതേപോലെ തന്നെ 2 സഖാക്കളെയല്ലേ അവങ്ങും പോയി കൊന്നത്, ദാമോദരൻ ഉൾപ്പെടെ 2 സഖാക്കളെ. ഈ കൊലപാതകങ്ങൾ മുഴുവൻ സംഘടിപ്പിച്ചിട്ട് ആ കൊലപാതകത്തിന്റെ മേലെ കയറി ഇരുന്നിട്ട് ശ്രീ വിശ്വൻ, അഭിഭാഷകൻ P. ജയരാജന്റെ, ഒപ്പം തന്നെ P. ജയരാജന്റെ ഭാര്യ യമുന ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി.